വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫിഷ് കട്ട്ലറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അന്നേരം ഇതിന് വേണ്ടിയിട്ട് ഞാൻ അയല മീനാണ് എടുത്തത്. ഈ അയല മീൻ നന്നായിട്ട് വൃത്തിയാക്കി നല്ല ക്ലീനാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ മുള്ളെല്ലാം മാറ്റി നല്ല ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. നേരം അയല മീൻ കൊണ്ടാണ് ഞാനിന്ന് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ മസാലപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, റസ്ക് അന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താണ്. ഒരു മുട്ടയാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് വെച്ചിരിക്കുന്നത്. കുരുമുളക് പൊടി, പച്ചമുളക് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഉപ്പ്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് ഞാൻ ചീനച്ചട്ടി എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് ഇടേണ്ടത് ഇഞ്ചി. വളരെ എല്ലാം ഇതിനകത്ത് നമ്മൾ ആക്കുന്നതെല്ലാം വളരെ ചെറുതായിട്ടായിരിക്കണം അരിഞ്ഞിരിക്കേണ്ടത്. നേരം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് അടുത്തത് പച്ചമുളക് വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക്, 2 പച്ചമുളക്, ചെറിയ 2 പച്ചമുളകാണ് എടുത്തത്. വെളുത്തുള്ളി അതേപോലെ ചെറിയ കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കധികം കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. അത് ഞാനൊന്ന് പൊടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് പിടിക്കുന്നതിന് എണ്ണയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ മിക്സായി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മസാലപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് മുളക് പൊടി. ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട്, ഇപ്പം കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ മുള്ളെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന അയല മീൻ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് നമ്മളൊരു മിക്സ് ഗ്രേവി പോലെ ആക്കിയതും ആ ഒരു മീനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലയും എല്ലാം കൂടി അതുമായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരുതാ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതുപോലെ റസ്കിൻ്റെ പൊടി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അതേപോലെ 1 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അന്നേരം ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അന്നേരം വീണ്ടും ഞാനൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഏറെ വേണം, മുങ്ങിക്കിടക്കാൻ പാങ്ങിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് നോക്കുക. നമ്മളിത് ആദ്യം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഫിഷ് കട്ട്ലറ്റിൻ്റെ അതെടുത്ത് കയ്യിലിങ്ങനെ വെക്കുക. നോക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ
കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ഷേപ്പിലായിട്ടാണ് എടുത്തു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ട, റൗണ്ടിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്നിട്ട് ഇനി ഇത് മുട്ടയില്ലേ, നമ്മൾ മുട്ട നല്ല ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് മുക്കുക. ദെൻ അഗെയിൻ റസ്ക് പൊടിക്കകത്തോട്ടും കൂടെ മുക്കുക. ഇതാ, എന്നിട്ട് ഈ ഒരു ഇതിൽ കിട്ടും. ഇതുപോലെ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വേറെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കയ്യിലെടുത്തിട്ട് ആദ്യം മുട്ടയിൽ, അതേപോലെ റസ്ക് പൊടിയിൽ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഇപ്പം വൈകുന്നേരത്തെ 4 മണിക്ക് പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇത് കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ആദ്യം എടുത്തതാണ്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് കട്ട്ലറ്റിൻ്റെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം, മറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, അധികം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആക്കാൻ വേണ്ടി. ഇതായിട്ട് വെന്തൊക്കെയാണ്, അന്നേരം അധികം കരിഞ്ഞൊന്നും പോകാതെ. ഇത് കണ്ടോ, ഇത് നല്ലൊരു പാങ്ങിന് കിട്ടണം. നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. നേരം നല്ല ഇതുണ്ട്, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലാക്കാം. നമ്മളൊക്കെ ഇത് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുണ്ടോ, നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള റെസിപ്പി എല്ലാം കൂടെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. Thank you.